ഇപ്പോൾ നിലമ്പൂർ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുന്നു എൻ്റെ തത്സമയം. അല്ല, ടിയാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മുന്നത്തെ ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റു കേസുകളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഈ കൂടുതൽ വകുപ്പ് ഉൾപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അത് പിന്നീട് അന്വേഷണത്തിൽ ഈ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്ത് അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ചതിന് ശേഷം കൂടുതൽ നടപടി. നേരത്തെ ഇത്തരത്തിൽ കെണിവെച്ചിരുന്ന എന്തെങ്കിലും മൊഴിയുണ്ടോ പ്രതിഭാഗം? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇല്ല, ഇതുവരേക്കും തെളിവായിട്ടില്ല. ഇനി കൂടുതൽ പങ്കുള്ളൂ. അതെ, ഒരാളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെ, ഓടി രക്ഷ. അപ്പോൾ നമ്മൾ പോലീസ് സർവൈലൻസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കി. അവിടുന്ന് നമ്മൾ പിടിക്കുകയാണ് ചെയ്തത്. ഇതെന്തായാലും ഒറ്റ പ്രതി മാത്രം, വേറെ ആരുടെയും സഹായമില്ല. ഒരു പ്രതിയാണ് ഇപ്പോൾ ഉള്ളത്. അന്വേഷണത്തിൽ തെളിവ് ഇപ്പോൾ ഒരു പ്രതിയാണുള്ളത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അത് പടിപടിയായിട്ട് ചോദ്യം ചെയ്യുന്നു. അത് സംഭവ സ്ഥലം ഞാൻ അങ്ങോട്ട് പോവാണ്. പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഫോൺ കോൾ CDR പരിശോധിക്കുന്നുണ്ട്. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഡിവൈഎസ്പി സാജു കെ എബ്രഹാമാണ് പറഞ്ഞത്. ഇതിലൊരു പ്രതി മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇയാൾക്ക് മുൻ കേസിൻ്റെ ചരിത്രമൊന്നുമില്ല. മറ്റുള്ള സംശയിച്ച് പോലീസ് കസ്റ്റഡിയിലായിരുന്ന ആളുകളൊക്കെ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതി കുറ്റസമ്മതം നടത്തി. പന്നിയെ വെക്കാൻ വൈദ്യുതി ലൈനിൽ നിന്ന് മറ്റൊരു കമ്പി വലിക്കുകയായിരുന്നു എന്നാണ് അതിൽ പറഞ്ഞത്. കേസിലൊരു പ്രതി മാത്രമേ ഉള്ളൂ. ഈ പ്രതിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയെന്നാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പറയൂ വിവരങ്ങൾ. SKN വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുൻപാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മാധ്യമങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വലിയ വിശദീകരണം നടത്തിയത്. പ്രതി ഒരൊറ്റ പ്രതി മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ സാജു കെ എബ്രഹാം പറഞ്ഞു വെക്കുന്നത്. ആ പ്രതിയുടെ പേര് വിനീഷ് എന്നാണ്. 35 വയസ്സാണ് ആ പ്രതിക്ക് നിലവിൽ പ്രായം. ഇദ്ദേഹത്തിന് മുൻ കേസുകൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വേട്ടയാടലോ അല്ലെങ്കിൽ പന്നിയെ കെണിവെക്കലോ സമാനമായ രീതിയിലുള്ള കേസുകൾ ഇദ്ദേഹത്തിന് ഇയാൾക്കില്ല എന്നും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഒരൊറ്റ പ്രതി മാത്രമേ ഉള്ളൂ, മറ്റു പ്രതികളില്ല. മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനായി CDR പ്രതിയുടെ മൊബൈൽ ഫോൺ രേഖകൾ, കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ് പരിശോധിക്കുമെന്നാണ് സാജു കെ എബ്രഹാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇതിൻ്റെ വിൽപ്പന ഇയാൾക്കുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും പോലീസ് ഒരു വ്യക്തത ഇപ്പോൾ നൽകുന്നില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് എന്നാണ് സാജു കെ എബ്രഹാം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം ഇവിടുന്ന് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രതി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഡിവൈഎസ്പി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പിറകെ പോയ സ്കോഡിലെ പോലീസ് പാർട്ടി കുറച്ചധികം ദൂരം പിന്തുടർന്ന് ഓടിച്ചിട്ട് ആണ് ഈ പ്രതി വിനീഷിനെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും പ്രതിയെ വൈദ്യപരിശോധന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമികമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ കോടതിയിലേക്ക് ഒരു 11:30 മണി അല്ലെങ്കിൽ 12 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സാജു കെ എബ്രഹാം സ്ഥലം സന്ദർശിക്കാൻ ഡിവൈഎസ്പി അങ്ങോട്ട് പോയിരിക്കുകയാണ്. SKN.